കൊല്ലം പട്ടത്താനം അമ്മൻനടിയിൽ റോഡിലെ വെള്ളക്കെട്ട് കാരണം ദുരിതത്തിലായിരിക്കുകയാണ് ജനങ്ങൾ. കുണ്ടും കുഴിയുമായ റോഡിൽ മഴ പെയ്തതോടെ വെള്ളക്കെട്ട് രൂക്ഷമായി. വർഷങ്ങളേറെ ആയിട്ടും ജനപ്രതിനിധികൾ തിരിഞ്ഞു നോക്കുന്നില്ല എന്നതാണ് ജനങ്ങളുടെ പരാതി. ഇതാണ് കൊല്ലം കോർപ്പറേഷൻ അമ്മനട ഡിവിഷനിലെ ദുരിതമൊഴിയാത്ത റോഡ്. സ്കൂൾ വിദ്യാർത്ഥികളടക്കം നിരവധി പേർ സഞ്ചരിക്കുന്ന റോഡിൽ കുണ്ടും കുഴിയും വെള്ളക്കെട്ടും. മഴ പെയ്തു തുടങ്ങിയാൽ പിന്നെ മനസമാധാനമായി വാഹനം ഓടിച്ചു പോകാൻ കഴിയാത്ത സ്ഥിതിയാണ്. കാലുവയ്യാത്തവരും വൃദ്ധരുമൊക്കെ ഇവിടം താണ്ടി പോകുന്നത് കാണുമ്പോൾ കണ്ടു നിൽക്കുന്നവർക്ക് പോലും സഹിക്കില്ല. ഇരുചക്രവാഹനങ്ങളുമായി എത്തുന്ന പലരും വെള്ളക്കെട്ടിലെ കുഴിയിൽ വീണ് അപകടമുണ്ടായിട്ടുണ്ട്. ഇന്ന് ശരിയാക്കാം, നാളെ ശരിയാക്കാമെന്ന് പറഞ്ഞ കൗൺസിലർ പിന്നീട് തിരിഞ്ഞു നോക്കിയില്ല എന്നതാണ് നാട്ടുകാരുടെ ആക്ഷേപം. 8 വർഷമായി ഇവിടെ ഇത് റോഡ് പണിഞ്ഞിട്ട് മെമ്പറുടെ അടുത്ത് പറഞ്ഞ് ഞങ്ങൾ കുഴഞ്ഞു. മെമ്പർ ഇങ്ങോട്ട് വരാറുമില്ല. ഈ മഴയത്ത് എത്ര പിള്ളേരാണെന്നറിയാം ഇവിടെ മറിഞ്ഞു വീഴും. ഈ സ്കൂളിൽ പോകുന്ന പിള്ളേർ ഇത് കണ്ടില്ലേ? അത് മൊത്തത്തിൽ ചെളിയും വെള്ളമാണ്. വണ്ടിക്കാർക്കൊന്നും വരാൻ പറ്റത്തില്ല. വണ്ടിക്കാർ മിക്കതും മറിഞ്ഞു വീഴും. നമ്മളെ പറയാനല്ലേ പറ്റൂ. ആരോട് പറയാനാ, ആരോട് കേൾക്കാൻ? ആര് കേൾക്കാന്? മഴ പെയ്താൽ ഇത് തന്നെ, ഇത് മഴ പെയ്താലും പെയ്തില്ലേലും ഇത് തന്നെ പോലെ. പ്രയോജനമില്ലല്ലോ. പിന്നെ എന്ത് ചെയ്യാൻ, പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഓട്ടോറിക്ഷക്കാരെ ഓട്ടം വിളിച്ചാൽ വരത്തില്ല ഇങ്ങോട്ട്. കാര്യം ഈ കുഴിയിൽ എങ്ങനെ ഇറങ്ങുന്നത്, അതുകൊണ്ടിട്ട് അവർ വരത്തില്ല. ഇവിടെ ഇത് തന്നെ പ്രശ്നങ്ങൾ മൊത്തവും ഇത് തന്നെ. ഇടതും വലതും മാറി മാറി ഭരിച്ചിട്ടും ഈ റോഡിന് ശാപമോക്ഷം കിട്ടുന്നില്ലെന്ന് പൊതുപ്രവർത്തകരും പറയുന്നു. ഇവിടെ പല രാഷ്ട്രീയ പാർട്ടികളും മാറിയും തിരിഞ്ഞും കൗൺസിലർമാരാവുന്നുണ്ട്, MLA-മാരാവുന്നുണ്ട്. ഇതുവരെയ്ക്ക് ഈ റോഡിന് വിഭജനം കിട്ടിയിട്ടില്ല. ഇതിനൊരു പരിഹാരം എത്രയും പെട്ടെന്ന് അധികാരികളിൽ മുഖാന്തരം കിട്ടണം എന്നാണ് ഇവിടുത്തെ. കാരണം വളരെ മോശമായിട്ടാണ് ജനങ്ങൾ ഇവിടെ പോയി ബുദ്ധിമുട്ടുന്നത്. ഇതിനൊരു പരിഹാരം എത്രയും പെട്ടെന്ന് തന്നെ കണ്ടു കിട്ടണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. വികസനം പറയുന്നു, കേരളത്തിനെ മാതൃകയാക്കണം, 1-ാം നമ്പർ എന്നൊക്കെ പറയുന്ന ആളുകൾ ഭരിച്ചിട്ട് പോലും ഈ പ്രദേശവാസികളുടെ ദുരിതം അത് അവസാനിക്കുന്നില്ല. ഈ ദുരിതത്തിന് ശാശ്വതമായൊരു പരിഹാരം ഉറപ്പായും ഉണ്ടാവണം. കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നും, കൗൺസിലറുടെ ഭാഗത്തു നിന്നും, മറ്റ് ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തു നിന്നും കൃത്യമായ ഇടപെടലും ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ശരിയായ രീതിയിൽ മുന്നോട്ട് പോകൂ. റോഡിൻ്റെ അങ്ങേയറ്റം മുതൽ പലയിടത്തും ഇതേ അവസ്ഥയാണ്. എത്രയും വേഗം ഇതിനൊരു ശാശ്വത പരിഹാരം കണ്ട് റോഡിനെ സഞ്ചാരയോഗ്യമാക്കണമെന്നതാണ് പ്രദേശവാസികളുടെ ആവശ്യം. ജനം, കൊല്ലം.